ഇപ്പൊ എല്ലാം നശിച്ചു. ഈ ആന കാരണം പോയി. ഇത് ഇവിടെ അല്ല മോൻ ആന വരുന്നത്. ഇവിടെയൊക്കെ മുറ്റത്ത് വരും. മുറ്റത്ത് ആന വന്നിട്ട് പിടിക്കാൻ പോലെ വരും. വേഗാകത്ത് കൂടുന്ന കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് ആരെങ്കിലും മരിക്കാനുള്ള മരുന്ന് കൊണ്ടുവന്ന് ഞാൻ കടിച്ചിട്ട് മരിക്കൂ. എനിക്ക് യാതൊരു മടിയില്ല. എനിക്ക് ജീവിക്കണം എന്നില്ല കുട്ടി. എനിക്ക് ഇനി ജീവിതം മടുത്തു. എനിക്ക് ഇവൾക്ക് നോക്കാനുള്ള കഴിവില്ല, വേറെ ഒന്നുമില്ല വരുമാനം. എന്നിട്ട് ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങരുത്, ആരും സൗണ്ടും വെക്കരുത്, പുറത്തേക്ക് ഇറങ്ങരുത്. പിന്നെ നമ്മൾ കാരണവന്മാരായിട്ടുള്ള ഒരു കൃഷി ആ ഒരു പരിപാലനം ആയതുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ തന്നെ അത് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിടിച്ചു വെക്കുന്നത്. നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും ആരും ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല, കൃഷി ഉണ്ടാവില്ല. അതെ അതെ. ഇനി അടുത്ത വർഷം ഒന്നും ഉണ്ടാവില്ല മോനെ. എങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു എത്തും പിടിയില്ല. എല്ലാ ആന കളഞ്ഞു മോനെ, ഒന്നുമില്ല. ഇനിയിപ്പോ റേഷൻ അരി മേടിക്ക, കഞ്ഞി കുടിക്ക, ഇതൊന്നും തൊണയല്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് പണയമ്പം എന്ന് പറയുന്ന പ്രദേശത്താണ്. വടക്കനാടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ നിരവധി തവണ വന്നിട്ടുള്ളൊരു പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും അവസാനം വന്നത് മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ പിടിക്കാനായിട്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകളായിട്ട് ആനയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നിരന്തരമായിട്ട് ഈ പണയമ്പം പ്രദേശങ്ങളിലൊക്കെ കാട്ടാന ഇറങ്ങുന്നുണ്ട്. അത് പുതിയൊരു ആനയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നിരവധി കൃഷികളും കാര്യങ്ങളൊക്കെ ആന നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ആ പ്രദേശത്ത് പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് പണയമ്പം പ്രദേശമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രദേശത്ത് വെച്ച് ഈ ഒരു പറമ്പിൻ്റെ മുകളിൽ ഭാഗങ്ങളിലൊക്കെയാണ് കാട്ടാന സ്ഥിരമായിട്ട് എത്തുന്നത്. അതായത് നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശ്രീലത. ഇത് പണയമ്പല്ലേ സ്ഥലം? ഭയങ്കര കാട്ടാന ശല്യല്ലേ? കാട്ടാന ശല്യ. കഴിഞ്ഞ ദിവസവും വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ടു. ഇതിപ്പോ മറ്റേ മുട്ടിക്കൊമ്പനെ പിടിച്ചതിന് ശേഷം കുറച്ചൊരു കുറവില്ലായിരുന്നോ? ഇല്ലല്ല, പിന്നെ ഇറങ്ങുന്നുണ്ടല്ലേ? പിന്നെ ഇറങ്ങുന്നുണ്ട്. കൊമ്പനാനയാണോ അതെയോ? മുഴയാണ് കൊമ്പന. മോഴയല്ലേ? അധികം ഇതില്ല, പൊക്കമില്ലാത്ത. ആണല്ലേ? ഇപ്പൊ കണ്ടമാനം കൃഷികൾ നശിപ്പിക്കുന്നുണ്ടോ? കവുങ്ങ്, കാപ്പി, കൊടി, മരങ്ങളൊക്കെ മറിച്ചിടുക. ആണല്ലേ? ഈ കാണുന്ന കവുങ്ങൊക്കെ ഇതൊക്കെ ആന കളഞ്ഞ? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കേട്ടോ. ഇതൊക്കെ ഇവരുടെ പറമ്പിൽ നിന്ന് ആന മറിച്ചിട്ട് ഒടിച്ച് കളഞ്ഞ കവുങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവർ കത്തിക്കാനായിട്ട് എടുത്തിട്ടിരിക്കുന്ന കേട്ടോ. വാഴ ഒക്കെ കളയുന്നുണ്ടല്ലേ? എല്ലാം വാഴ. നിങ്ങൾ നോക്കി എത്രത്തോളം കവുങ്ങാണ് കിടക്കുന്നത് നോക്കി. കണ്ടമാനം കണ്ട്. ഏകദേശം എത്ര കവുങ്ങ് പോയിട്ടുണ്ടാവും? ഇത് കാണുന്നത് മുകളിലതാ. ഇതൊക്കെ എത്ര ദിവസം കാപ്പിയൊക്കെ പൊട്ടിച്ചിട്ടതൊക്കെ അല്ലേ? എത്ര ദിവസം കൊണ്ട് പോയതാ ഇതൊക്കെ? ഇത് പിന്നെ വരും, ഒരാഴ്ച വരും, 2-3 ദിവസം വരും. പിന്നെ ഫോറസ്റ്റുകാർ വരുമ്പോൾ ഓട്ടിച്ച് ഇതാകും. പിന്നെ അതില് ശേഷം 2 ദിവസം ഉണ്ടാവില്ല, പിന്നെയും വരും. 2-3 ആഴ്ച കൊണ്ട് പോയതാ ഇത്? ഇത്രയും? ഇത് 1 മാസമായി. 1 മാസം കൊണ്ട് പോയതല്ലേ? എന്നാലും നമുക്കിപ്പോ നോക്കുമ്പോ അറിയാം എന്തായാലും ഒരു 10-20 അവിടെ ഉണ്ട്. അതാ കവുങ്ങ, അതാ പച്ച, അതാ അപ്പുറം, അതാ ഉണ്ടല്ലേ? ഇപ്പറല്ലേ? ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ 4 ദിവസം മുന്നേ ഇത് കണ്ടോ? ഇതാ ഈ വാഴ പോക്കി, അതാ അവിടെ കാപ്പി കമ്പ് പോക്കി എന്നിട്ട് കൊണ്ടിട്ടതാ ചോടയൊക്കെ. ഒടിഞ്ഞു പോകുന്ന കവുങ്ങ് ഇങ്ങനെ പൊട്ടിച്ച് ഇവിടെ കൊണ്ടിടുക കേട്ടോ. കത്തിക്കാനായിട്ട് ഭയങ്കര കത്തിക്കാനും വിറകിനും വേണ്ടേ? വിറകിനും ഒക്കെ ആയിട്ട് കേട്ടോ. മുകളിലും പോയി നോക്കിയിട്ട് വരാം. അതായത് ഇപ്പൊ കവുങ്ങ് ഇതിന് കത്തിക്കാൻ മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ? കത്തിക്കാൻ മാത്രം. എനിക്ക് ആ പറമ്പൊന്ന് കാണിച്ചു തരാവാ? പോവാം. നമുക്ക് ഏതായാലും പറമ്പിലോട്ട് പോകാം കേട്ടോ. അതായത് ഇത്രയും നശിപ്പിച്ചിട്ടിരിക്കുന്ന കവുങ്ങുകൾ കളഞ്ഞ് ആ ഒരു പറമ്പൊന്ന് പോയി കാണാം കേട്ടോ. വളരെ ഭീകരമാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാ. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള കവുങ്ങ് ചേച്ചി? ഇതൊക്കെ കുറേ വർഷം. അച്ഛൻ പെട്ടെന്ന് പിന്നെ മരിച്ച അച്ഛനെ പിടിക്കേണ്ടതാണ്. അറ്റാക്കായിട്ട് എൻ്റെ അച്ഛന് പെട്ടെന്ന് പിന്നെ
മരണപ്പെട്ടു അറ്റാക്ക്. ഇവിടെ വരെ ആന ഓട്ടിച്ചു. ഇവിടെ വരെ വന്നോ? ആ ഇവിടെ എൻ്റെ അച്ഛനും ഓട്ടിച്ചു. പിന്നെ എൻ്റെ മോന് അവിടെ ഉള്ളതാ, അവന് ബഡ്സ് സ്കൂളിൽ പോകുന്ന കുട്ടിയാ, വയ്യാത്ത മോനാ. അവനെ പിടിക്കേണ്ടതാ. വാഴ, വീടിന്റെ അടുത്ത വാഴ ഇതായിട്ട് പൊട്ടിച്ചിട്ട് അവൻ മൂത്രം ഒഴിച്ച് കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആന വന്നിട്ട് വാഴയും എന്തോ പെര പൊളിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഞാനൊന്ന് സ്ഥലം കൊടുത്തിട്ട് വീട് താഴെയും പറമ്പ് മുകളിലും ആയതുകൊണ്ട് ആന വരുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഫോറസ്റ്റ് വിളിച്ചപ്പോ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം എഴുതി കൊടുത്തിട്ട് 5 പൈസ പോലും കിട്ടിയിട്ടില്ല. 2024 തൊട്ടിട്ട് ആന ഇറങ്ങിയതാ. 2024 മുതൽ ഏകദേശം എത്ര കവുങ്ങ് ഈ പറമ്പത്തൊക്കെ പോയി. അവിടേക്ക് എനിക്ക് ഈ പറമ്പിലോട്ടൊന്ന് നോക്കിയോട്ടോ, ഇത് കാര്യമായി കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കവുങ്ങുകൾ നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. ഇതേപോലെ തിങ്ങി കവുങ്ങ് നിന്ന പ്രദേശം, ഈ പ്രദേശമൊക്കെ കാലിയായി. ഇവിടെ നിന്ന് ഇനി ഒന്നും കാണാനില്ല. ഇതേപോലെയൊക്കെ ഇതൊക്കെ കവുങ്ങ് വെട്ടിയെടുത്തേക്കുന്നതാണ്. കാരണം മൊത്തം ആന ഒടിച്ച് കളയും കേട്ടോ. എല്ലാം ആന വന്നിട്ട് കാപ്പിയുടെ കമ്പുകള് ഇതൊക്കെ കവുങ്ങുകൾ കളഞ്ഞേക്കുന്നതാണ് പല തവണയായിട്ട്. ഇപ്പൊ ഈ കവുങ്ങ് ഇങ്ങനെ കളയുന്ന അതിന്റെ കൂടെ കാപ്പിയും കളയുന്നുണ്ടല്ലേ. കാപ്പി ഇങ്ങനെ മറിച്ചിടുകയല്ല, കാപ്പിന്റെ മുകളില് വെട്ടിയിട്ട് ഇതാകുക. ഇത് ചേച്ചീന്റെ മോന്റെ പറമ്പാട്ടോ, അവന് കൊടുത്തതാ, രതീഷിന് കൊടുത്തതാ. എല്ലാ പറമ്പിലും കയറുന്നുണ്ടല്ലേ? എല്ലാ പറമ്പിലും. ഇതിലൊക്കെ ഉള്ളതാ. മുളക് വരെ ഇല്ല, മരം മറിച്ചിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വന്നപ്പോ കണ്ട കവുങ്ങുകൾ പലതും കാണുന്നില്ല. കണ്ടോ, നിങ്ങൾ വന്നതല്ലേ? കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നതാണ്. അന്ന് കണ്ട ഇവിടെയൊക്കെ അത്യാവശ്യം കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇതാണ് അവസ്ഥ. ഇപ്പൊ ആൾക്കാർ, കർഷകർ ഇത് തീരുന്ന പോലെ തീരട്ടെ എന്നുള്ള ഒരു മനസ്സിൽ എന്തൊരു ബുദ്ധിമുട്ടാ ഇത്. ഇതെന്തായാലും ഒരു 10-20 വർഷമെങ്കിലും മനക്കെട്ടില്ല ഈ കവുങ്ങ് ഇങ്ങനെയാക്കാൻ. ഇത് ചേച്ചീന്റെ മോനെയാ. ഇത് എൻ്റെ പറമ്പാണ്. എനിക്ക് പണിയെടുത്ത്, എനിക്ക് സുഖമില്ലാത്ത ബഡ്സ് സ്കൂളിൽ പോകുന്ന മോനാണ്. ഹരികൃഷ്ണൻ അറിയില്ലേ? ഹരികൃഷ്ണൻ മോന് 90 വയസ്സായ അമ്മയാണ്. എൻ്റെ തൊട്ട് താഴെയാ വീട് മോനെ. ഇതിന്റെ മുകളിലോട്ടാണ് ഞങ്ങളുടെ പറമ്പ്. ഇതാ വെട്ടിയെടുത്ത കുറ്റികള്, ഇത് കുറ്റികൾ. ഇതാ ഇത് മൊത്തം ഇതെല്ലാം ഇതെല്ലാം ആന കളഞ്ഞതാ. ഇതാ മരം കണ്ടോ മറിച്ചിട്ട്, ഇത് കണ്ടോ മരം മറിച്ചിട്ട് നാളെ വന്നിട്ട് ചെയ്തതാ. ഇതാ കാപ്പിയുടെ കൊമ്പ്, ഇത് മാങ്ങയുടെ കമ്പ് എല്ലാം, ഇതൊക്കെ ഇതാ ഈ കാപ്പി പൊട്ടിച്ചത്. കാപ്പിയുടെ ഒന്നും ഇല്ല കേട്ടോ, കാപ്പിയിലൊന്നും കാണുന്നില്ല. എല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ വെട്ടിയെടുത്തത്. ഇതാ ഉണ്ടോ തലപ്പ് ഇതാ കവുങ്ങ് കേട്ടോ. പറമ്പിലോട്ട് നോക്കി, ഇത് കണ്ടോ ഇതിലൊക്കെ. അതായത് ഇതിന്റെ ചോട് മാത്രല്ല ഇത്, വേറുള്ള ഭാഗം മാത്രം. ബാക്കി അവര് വെട്ടിയെടുത്ത് കത്തിക്കാൻ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇത് കണ്ടോ ഇതിലൊക്കെ തിങ്ങി നിന്ന കണ്ടോ മരങ്ങള്. ആന കാണിച്ചതാ. ഇതാ താഴെ ഒക്കെ നോക്ക് നിങ്ങള്, മരങ്ങള് കാണിച്ചതാ കണ്ടോ. ആന വന്നിട്ടതാ ഈ മാവിനെ പൊട്ടിച്ചു. ഇത് മറിച്ചിട്ടേക്കുന്നല്ലേ? ഇതെല്ലാം മറിച്ച് അതിന്റെ ഉള്ളിലൊക്കെ ഭയങ്കര ശല്യാണ്. ആളെ കൊല്ലുന്നേ വന്നു കഴിഞ്ഞാല്. ഉള്ളിലോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം. ഇത് കണ്ടോ ഇതിലൊറ്റ ഒന്നും ഇല്ലാതാ. ആ പ്ലാവിന്റെ ഇത് മറിച്ചു. ഇതെല്ലാം കളഞ്ഞതാ. അതായത് ഈ പറമ്പിൽ ഇനി കവുങ്ങ് അധികം കാണാനില്ല കേട്ടോ. ഇഷ്ടംപോലെ കവുങ്ങുണ്ടായിരുന്ന പ്രദേശമായിരുന്നു, നിറഞ്ഞ് കവുങ്ങുണ്ടായിരുന്ന പ്രദേശമാണ്. അതിന്റെ ഉള്ളിലോട്ട് കുറ്റി കണ്ടോ, എന്തോരം കുറ്റികളാ അവിടെയൊക്കെ കിടക്കുന്നുണ്ടോ. ഇതേ കാണാനുള്ളൂ കേട്ടോ. ഇവരെന്തോരം വെട്ടിയെടുത്ത് വിറകാക്കി അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ. ഇതൊക്കെ ആന പൊട്ടിച്ചിട്ടതാ ആണല്ലേ? ഇതിലെ വരുന്ന വഴിയാന്ന് തോന്നുന്നു. ഇതാ ആന ഇത് കാണിച്ചു കൊടുക്കണം, ചാനലിൽ കാണണല്ലോ. ആന ഉഴുതിട്ട് ഇതൊരു കുറ്റി. ഇത് കണ്ടോ ആന കളിച്ചത്. ഈ കാപ്പി കണ്ടോ പൊട്ടിച്ചു. ഇതാ ആന കളിച്ച കളി പറമ്പ്. ഇതാ കാപ്പി. ഇതാ ആ കുറ്റികളൊക്കെ കാപ്പി ഉണങ്ങിപ്പോയി. എന്തൊരു കഷ്ടം നോക്കി പൊട്ടിച്ചിട്ടേക്കുന്ന ഒന്നല്ല കേട്ടോ, അതിന്റെ അപ്പുറത്തെ കാപ്പി തന്നെ. അത് കഴിഞ്ഞ ഇതില് ഭയങ്കര കഷ്ടം. അത് അണ്ണന്മാർക്ക് കൊടുത്തതാണ്. ചവിട്ടി ഇറങ്ങിപ്പോയതാ എല്ലാം. അതെ എങ്ങനെ ജീവിച്ചു ഇവിടെ ഒരു കവുങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം തീർന്നു കേട്ടോ.
ഇത്തിരി കാപ്പി മാത്രമുണ്ട്. ബാക്കിയുള്ളതല്ലേ? ഇത് കോളനിയിൽ ഇത് കുറിച്ചാടുകാർക്ക് കൊടുത്ത സ്ഥലമാണ്, ഞങ്ങളുടെ സ്ഥലം. നിങ്ങളുടെ സ്ഥലം തന്നെയായിരുന്നു? ഇത് ഞങ്ങളുടെ സ്ഥലം കുറിച്ചാടുകാർക്ക് കൊടുത്തു, ഈ ആദിവാസികൾക്ക് കൊടുത്തു. അതൊക്കെ വെട്ടിയെടുത്തിട്ട് പോയി, കവുങ്ങുകളെല്ലാം വെട്ടിക്കൊണ്ടുപോയി. ഇതിൻ്റെ നേരെ ഞങ്ങളുടേതാ. ഇത് ഈ അതിൻ്റെ നേരെ ഇങ്ങോട്ട് ഞങ്ങളുടേത്, അങ്ങോട്ട് കൊടുത്ത സ്ഥലമാണ്. ഈ ഗേറ്റൊക്കെ കിടന്ന് അങ്ങോട്ട് വരുന്നേ? ഗേറ്റ് ഇതിലെ കൂടെ വരും ആന. ഏത് ഭാഗത്ത് ശരിക്കും? അക്കരെ ഫോറസ്റ്റ് വരുന്നത്? ആ, ഇവിടുന്നും വരും. 2 വശത്തുനിന്നും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആന നടന്നു പോകുന്ന വഴി. ഇതൊക്കെ ഉപയോഗിക്കാതെ കാട് പോലെ ആയില്ലേ? ഇതിലേക്ക് ഇതൊക്കെ കാട്, നല്ല കാപ്പി. ഇത് എൻ്റെ ചേച്ചീൻ്റെതൊക്കെ കൊടുത്തതാ. അവളിങ്ങനെ പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റാതായപ്പോൾ കൊടുത്തു. കൃഷി കൊണ്ട് ജീവിക്കൽ നടക്കൂലല്ലേ? ഇല്ല ഇല്ല. ഇതുണ്ടോ? ഇതൊക്കെ ആന മറിച്ചിട്ടതാ. കിടക്കുന്നുണ്ടോ? ഈ ഗേറ്റൊക്കെ ആന വിളിച്ചാ? ഏത്? ആ, ഇത് കഴിഞ്ഞ 2025 പൊളിച്ചതാ ഗേറ്റൊക്കെ. ഗേറ്റൊക്കെ ആന പൊളിച്ച് തട്ടി മറിച്ച് കളഞ്ഞ കേട്ടോ. വളഞ്ഞിരിക്കുന്നുണ്ടോ? ഇത് വേറെ ആളെ പറമ്പാ, നശിപ്പിച്ച് കളഞ്ഞ കേട്ടോ. ഇത് വേറെ ആളെ പറമ്പ്. ഇത് വേറെ ആളുടെ പറമ്പാണ്. കറണ്ട് ഇതാണ് മെയിൻ റോഡിലേക്ക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഫെൻസിങ് കിടക്കുന്നുണ്ട്. എല്ലാം പൊളിച്ചു, എല്ലാം വളച്ചെടുക്കണം. ഇവിടുത്തെയും പറമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കവുങ്ങിന്റെ കുട്ടികൾ മൊത്തം ഈ ഫെൻസിങ്ങുകൾ കംപ്ലീറ്റ് കളഞ്ഞേക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പ്രദേശത്ത് വന്നിരുന്നു. അന്നുള്ളതിനെക്കാട്ടും ഈ പറമ്പ് പിന്നെയും വെളുത്ത് കേട്ടോ. ഇനി അടുത്ത വർഷം ഒന്നും ഉണ്ടാവില്ല മോനെ. എങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു എത്തും പിടിയില്ല. എല്ലാം കൃഷിയും കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ലേ? ഈ കൃഷിന്ന് വെച്ചാൽ എനിക്ക് കാപ്പി മാത്രല്ലേ ഉള്ളൂ. കൊടി വന്നത് മാൻ നശിപ്പിക്കുക, പന്നി, മാന്. ഏതൊരു ഒരു സാധനത്തിന്റെ വില പറഞ്ഞാൽ അടുത്തതിന് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇത് എഴുതി കൊടുത്തു. ഇത് 2024 തൊട്ടിട്ട് ആന മൊത്തം ഓരോന്നോരോന്ന് കളഞ്ഞു വന്ന എത്ര മരങ്ങൾ മറിച്ചിട്ട് ഞാൻ എഴുതി കൊടുത്തതായിന്നറിയാം. ഒരു 5 പൈസ കിട്ടിയിട്ടില്ല, പാസ്സായിട്ടില്ല. അപ്പൊ ഫോറസ്റ്റുകാരോട് ഞങ്ങൾ സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ വെറുതെ വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞു. പറ്റൂല മോനെ ജീവിച്ചു പോകാന്. ഇങ്ങോട്ടൊക്കെ വീടുകളില്ലേ? ഇല്ല, ഫോറസ്റ്റ്. ഇതൊരു വീട്. കണ്ടോ, കോളനിയിൽ വീടെടുത്ത് താമസമില്ല. സർക്കാർ വീടെടുത്ത് കൊടുത്തു. നമുക്ക് നഷ്ടപരിഹാരം തന്നില്ല. സർക്കാർ വീടെടുത്ത് താമസമൊന്നുമില്ല. ഒരു കോളനി അവർ പോയി. എങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഇതില്ല. സാധനത്തിനാണ് ഈ പെട്രോളിനോ ഡീസലിനോ വിലയാകുമ്പോഴത്തേക്ക് സാധനത്തിന് കുതിച്ച വിലയാ. വളത്തിന് എല്ലാത്തിനും കൂടി. എല്ലാത്തിനും കൂടി. അതായത് നിങ്ങൾക്ക് ഈ പറമ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് പണയമ്പം മാത്രമല്ല, വടക്കനാട് പ്രദേശത്തെ ഓരോ ആളുകളും കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് തെങ്ങ്, അവരുടെ ഓരോ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ്, കവുങ്ങ്, കാപ്പി, അതുപോലെ തന്നെ വയലുള്ളവർക്ക് നെൽകൃഷി, അങ്ങനെ എല്ലാവിധ വിളകളും കൃഷി ചെയ്തുകൊണ്ടാണ് വടക്കനാട് പ്രദേശത്തെ ആളുകൾ ജീവിക്കുന്ന എല്ലാവരും 100% കർഷകരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ കൃഷി ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടാണ് പല ആളുകളും ഇവിടുന്ന് ബത്തേരിയിലേക്കൊക്കെ പണിക്ക്, ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പല പറമ്പുകളും ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലത്തെ ഒരു പറമ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ പറമ്പിൽ 100 കണക്കിന് കവുങ്ങുകളുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം കവുങ്ങുകളും തീർത്തു. ഇനി ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഇവർക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ആകെപ്പാടെ ഇവർക്ക് ഇനി ഉള്ളത്, അതായത് ആന തിന്നാത്ത ഒരു സാധനം കാപ്പി മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ആന ഇതിൻ്റെ അകത്തോടെ പോകുമ്പോൾ കംപ്ലീറ്റ് ഇതേപോലെ പല കാപ്പി ചെടികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതും ഇവർക്ക് വലിയ നഷ്ടം കേട്ടോ. കാരണം ആകെ കാപ്പിക്ക് കിട്ടുന്ന, ഇപ്പോൾ കാപ്പിക്ക് നല്ല വിലയുള്ളതുകൊണ്ട് ആ കാപ്പിയുടെ പൈസയിലാണ് ഇവർ പിടിച്ച് നിൽക്കുന്നത്. അതും കൂടെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കർഷകരുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് ഇതുവരേക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തോരം കവുങ്ങാണ് കിടക്കുന്നതെന്ന് കേട്ടോ. ഇപ്പോൾ അടയ്ക്കൊക്കെ നല്ല വിലയുണ്ടല്ലേ? അടയ്ക്കൊക്കെ നല്ല വില. പൊട്ടടയ്ക്കൊക്കെ അടയ്ക്ക കിട്ടാനില്ല. ഇതിലൊക്കെ കിടിഞ്ഞിട്ട് ഇതാ ഒരു കവുങ്ങുണ്ട് പോയി. ഈ പറമ്പിൽ ഇതാ ഒറ്റൊരു കവുങ്ങുള്ളൂ. അതെ അതെ, ഈ ഭാഗത്തേക്ക് ഒരൊറ്റ കവുങ്ങ. ഇതിലൊക്കെ നല്ല കൊടിയായിരുന്നു, കരഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കവുങ്ങില്ല സത്യമായിട്ടോ ചേച്ചി പറഞ്ഞത്. ഈ ഒരൊറ്റ കവുങ്ങിനി ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം തീർന്നു. ഓരോരുത്തരുടെ പറമ്പ് ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ.
പേരെങ്ങനെയാണ്? ഹരികൃഷ്ണൻ പി വി. ഈ ഭാഗത്ത് ഭയങ്കര ആനശല്യം അല്ലേ? ആ, ഭയങ്കര ആനശല്യ. നിങ്ങളൊക്കെ രാത്രി വരുന്ന അറിയാറുണ്ടോ? അറിയാറില്ല അല്ലേ? അപ്പം എന്തെങ്കിലും നിങ്ങളെ ഓടിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഓടിക്കലില്ല, പക്ഷെ ആന താഴെ വരെ വന്ന് കണ്ടിട്ടുണ്ട്. ആണല്ലേ? താഴെ വരെ കൊല്ലാൻ വന്ന് കണ്ടിട്ടുണ്ട്. ആരെ? ഇതാ മൂത്രമൊഴിക്കാൻ പോയപ്പോഴൊക്കെ. ആണല്ലേ? നിങ്ങളുടെ നേരെയൊക്കെ വരും? ആണല്ലേ? ഇത് പറമ്പ് ഇപ്പോൾ വെളുപ്പിച്ചില്ലേ മൊത്തം? എന്താ ചെയ്യാനിപ്പോൾ നിങ്ങളിപ്പോൾ? അറിഞ്ഞുകൂടാ ചെയ്യുന്നു. നിങ്ങൾ ചേട്ടൻ പറമ്പിലൊക്കെ ഇതായിട്ട് നടക്കുന്നല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറമ്പിൽ നിന്നൊന്നും എനിക്ക് കിട്ടാനില്ലല്ലേ? ഇല്ല. നഷ്ടപരിഹാരമൊക്കെ എന്നാലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു രതീഷ്. ഇവിടെ ഭയങ്കര അതെ അതെ അതെ. നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ജനറേഷനിലുള്ള ഒരാളാണ്. മുത്തച്ഛന്മാരുണ്ടാക്കിയ തോട്ടവും കാര്യങ്ങളും ഇങ്ങനെ പരിപാലിച്ച്, പക്ഷെ നമുക്കിപ്പോഴത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ചേട്ടൻ ഇപ്പോൾ ഈ പറമ്പ് നോക്കി തന്നെയാണ്? ഇല്ല, പുറത്ത് പ്രൈവറ്റ് മേഖലകളിലും അതേപോലെ തന്നെ ഞാൻ ഗവൺമെന്റ് ഒരു എംപ്ലോയി ആണ് ശരിക്കും. അതുകൊണ്ട് മാത്രമേ പിടിച്ചിരിക്കുന്നത്? അതെ 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 അതെ. പറമ്പിലെ ജോലി കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അത് പണിക്കാരും എന്നെ എന്താ പറയുക, പണിക്കാർക്ക് തന്നെ കൊടുക്കാനുള്ളൂ ശരിക്കും. ഇപ്പൊ നിലവിൽ കവുങ്ങിൽ നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിപ്പോ അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു കാപ്പിയിലാണ് ഇപ്പോൾ ഏക പ്രതീക്ഷ. എല്ലാം കാപ്പി മാത്രമായി. യെസ്, കാപ്പി മാത്രമായി. അതായത് കാപ്പിക്ക് വില കൂടിയിട്ട് ഇപ്പോൾ 2 വർഷമല്ലേ ഉള്ളൂ? അതെ അതെ അതെ. അതിന് മുന്നേ ഈ പറമ്പിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു? തെങ്ങ്, കവുങ്ങ്? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിൽ ഓറഞ്ച് ബൾക്കായിട്ട് ഇതായിരുന്നു. തെങ്ങ്, കവുങ്ങ് എല്ലാം പറമ്പില്. മറ്റേ നെല്ല് കൃഷി? നെല്ല് എല്ലാം ഇതുണ്ടായിരുന്നു. അതായത് ഒന്നില്ലെങ്കിൽ അടുത്തത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അല്ലേ? അങ്ങനെയായിരുന്നു. ഇതിപ്പോ എല്ലാം പോയി ഇപ്പൊ പറമ്പിൽ ആപ്പാടെ കാപ്പി മാത്രമേ കാണാനുള്ള അവസ്ഥയായില്ലേ? അതെ അതെ, അവസ്ഥയാണ്. അത് നിങ്ങൾ കളഞ്ഞല്ലോ? ആന തന്നെ കളഞ്ഞാണ്. പിന്നെ നിലവിലിപ്പോ ഏകദേശം ഇപ്പൊ ഇന്നലെ 8 മണിയായി ഇവിടെ എത്തിയത്, ആന എത്തിയത്. പക്ഷെ ഫോറസ്റ്റുകാർ വിളിക്കുമ്പോൾ അവർ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ളൊരു ഫെൻസിങ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ നോക്കിയിട്ട് അറിയുന്നത് ഇപ്പോൾ ശരിക്കും. ഫെൻസിങ് നല്ല രീതിയിൽ ചാർജിങ്ങിലാണ്. പക്ഷെ ചാർജ് ഉള്ള സ്ഥിതിക്ക് ഇങ്ങോട്ടേക്ക് ആന വരാൻ പാടില്ലല്ലോ. ആന ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ ഒരു പണിക്കാരനാണ് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഒരു 6 മണി ടൈമിൽ അവൻ റിസോർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലൊരു ഷോർട്ട് വഴി ഉണ്ടായിരുന്നു എൻ്റെ വീടിന്റെ തൊട്ട് മേലെ കൂടെ. അതിൽ നിന്ന് ആന ഓടിച്ചിട്ട് ഇവൻ നേരെ ഓടി കയറിയത് ഇവിടെയായിരുന്നു. 6 മണിക്ക്. അതെ അതെ അതെ, വെളിച്ചം പോകുന്നതിനും. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. അപ്പൊ തന്നെ അവര് വന്നിരുന്നു. പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് പിന്നെ ആനേനെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ഒരു ഇത് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. ഫോറസ്റ്റുകാർ വിളിക്കുമ്പോൾ വരുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതായത് വരുമ്പോ ഒന്ന് ഓടിച്ചു വിടും, പിന്നെ അതുപോലെ തന്നെ ഇറങ്ങി വരുന്നില്ല. ഈ മുട്ടിക്കൊമ്പനെ പിടിച്ചു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എല്ലാം കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഈ കുന്നിന്റെ അപ്പുറമാണ് രജീബ് മരിച്ചത്. അതെ അതെ. അങ്ങനത്തെ സിറ്റുവേഷൻ ഇവിടെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും. ഇതിപ്പോ എന്താ നഷ്ടപരിഹാരം എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കിട്ടിയിട്ടുണ്ടോ? നഷ്ടപരിഹാരം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വർഷങ്ങളായിട്ടുള്ള എഴുതി കൊടുക്കുന്നത്? യെസ്, അത് തന്നെ. അതിപ്പോ എന്തോ കവുങ്ങിന് എന്തോ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. ആ ഗവൺമെന്റിന്റെ ഒരു ഇത് വെച്ചിട്ട് എഴുതി കൊടുക്കലുണ്ട്, ചെറിയ തോതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് കൊണ്ട് കാര്യമില്ലല്ലോ. ഒരു കവുങ്ങിന് എത്ര രൂപ വെച്ചെങ്ങാണ്ടാ കിട്ടുന്നത്? അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏകദേശം ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപ കവുങ്ങിന് നമ്മൾ പാട്ടം കൊടുത്തിരുന്നായിരുന്നു. 2 ലക്ഷം രൂപ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു 10 വർഷം മുമ്പ് വരെ. അതെ. 2.5 ലക്ഷം രൂപയ്ക്ക് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്ന് ഒരു 6 ലക്ഷം രൂപയുടെ അടക്കെങ്കിലും കിട്ടുന്നുണ്ടാവും. അതെ. ഇപ്പൊ ഒന്നും പ്രോപ്പർ ആയിട്ട് അത് ഇല്ല. അവിടെ സ്റ്റക്കായി. ആരും പാട്ടത്തിന് എടുക്കുന്നുണ്ടാവില്ല. ഇല്ല, പാട്ടത്തിന് ഇപ്പൊ ആരും വരുമൊന്നുമില്ല. കാരണം എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും കവുങ്ങൊന്നും കാണില്ല. അതെ. ഇതേ സംഭവം ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്. അതാണ് അങ്ങനെ ചോദിച്ചത്. പിന്നെ നമ്മൾ കാരണവന്മാരായിട്ടുള്ളൊരു കൃഷി ആ ഒരു പരിപാലനം ആയതുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ തന്നെ അത് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിടിച്ചു വെക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ ഒരു ചേഞ്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നോണ്ടിരിക്കുന്നത്. പല പറമ്പുകളും ഇപ്പൊ കാട് പിടിച്ച് കിടക്കുക. അതെ. നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ചിലവരൊക്കെ ഈ മേഖലയിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലവും വിട്ട് പോകാൻ. എന്തായിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഭാവി എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ? നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും ആരും ഇവിടെ നിൽക്കലുണ്ടാവില്ല, കൃഷി ഉണ്ടാവില്ല. അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ കൃഷിയെ സംരക്ഷിക്കാനായിട്ട് ഒരു നടപടിയും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇല്ല. അതെ. ചേട്ടനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണല്ലേ? അതെ, പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്.
കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയതാണ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളൂ. പക്ഷെ നമുക്ക് അതേപോലെ കാരണവന്മാർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ മേഖല ഉപേക്ഷിക്കണ്ടെന്നുള്ള ലെവലിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പോഴും ആനയുടെ വർഷം കൊണ്ട് അല്ലേ? ഇത് തന്നെയാണ് കേട്ടോ ഇവർക്കൊക്കെ പറയാനുള്ളത്. നമ്മൾ ഈ വീട്ടുമുറ്റത്ത് കാണുന്ന ഈ കവുങ്ങുകൾ കംപ്ലീറ്റും ആന കളഞ്ഞാണ്. ഓരോ പ്രാവശ്യവും വന്ന് കളഞ്ഞത് അവർ വെട്ടിയെടുത്ത് ഇങ്ങനെ വിറകാക്കാനായിട്ട് കൊണ്ടുപോയിട്ടിരിക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പേരെങ്ങനെയാ? എന്റെ ദേവകി. ഇവിടെ എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് 5-ാമത്തെ വർഷമായി. ഇവിടെ തറവാടത് എന്റെ പേരിലുള്ളത്. അതായത് മൊത്തം ഈ വടക്കനാട് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? പണയമ്പത്ത് താമസിക്കാൻ ഞങ്ങൾ ചെറുപ്പത്തിനെ ഇവിടെ തന്നെ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 88. ചെറുപ്പം മുതലേ, അതായത് ഒരു 10-70 വർഷമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. 10-70. 14 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു ഇരുളത്ത്. 14 വയസ്സിൽ ഇവിടെ എത്തിയതാ? ഇവിടെ എത്തിയത്. ഇപ്പൊ 90 വയസ്സായി. 90 ആയിട്ടില്ല, 88. ഏതായാലും 10-75 വയസ്സിലൂടെ എത്തിയിട്ടുണ്ട്. 75 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ട് എങ്ങനെ ഈ വളരെ സുന്ദരമായ ഒരു ഗ്രാമമല്ലേ അല്ലേ? എല്ലാം കൊണ്ടും ജീവിക്കാനൊക്കെ നല്ല ഒന്നുമില്ല മോനെ. ഇപ്പൊ ഒന്നുമില്ല. ആന നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് എന്റെ മോനോട് ഞാൻ നുണയൊന്നും പറയുന്നില്ല, കള്ള. ഇപ്പൊ പെൻഷോ ഒരു 1600 രൂപ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു പെൻഷൻ. പിന്നെ ഇപ്പൊ പെൻഷോ ഒരു 1500 കിട്ടി. ഇപ്പൊ അതുമില്ല. മന്ത്രിസഭയൊക്കെ എന്തൊക്കെ ആയിട്ട് ഇപ്പൊ അതുമില്ല. പെൻഷൻ കിട്ടുന്നില്ലേ? പെൻഷൻ ഇപ്പൊ വന്നില്ല. 2-3 മാസമായി. 2 മാസമായി ആ പെൻഷൻ കിട്ടുന്ന കൊണ്ട്. അതാ തറവാടും വീടും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്റെ മോന്റെ അവര് കൈക്കാലാക്കി. നിങ്ങൾ ആയിരിക്കും ഈ പറമ്പൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു അതേല്ലേ? ഇതൊക്കെ എല്ലാം നട്ടുപിടിപ്പിച്ചത്. ഇപ്പൊ എല്ലാ ആന കളയോ അല്ലേ? എല്ലാ ആന കളഞ്ഞു മോനെ. ഒന്നുമില്ല. ഇനിയിപ്പോ റേഷൻ അരി മേടിക്ക, കഞ്ഞി കുടിക്ക. പിന്നെ ആ പെൻഷൻ കിട്ടുന്നതിനെ കൊണ്ട് ഇതൊന്നും നുണയല്ല. പെൻഷൻ കിട്ടുന്നതിനെ കൊണ്ട് ഇത് എനിക്ക് ആണെങ്കിൽ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, തൈറോയ്ഡ് ഉണ്ട്. ഇതാ എല്ലാ പ്രശ്നമുണ്ടല്ലേ തൈറോയിഡിന്റെ. അതുകൊണ്ട് ജീവിതം മടുത്തു പോനെ. ഇത് എന്റെ കുട്ടിക്ക് ഇവളടുത്ത കഞ്ഞി ഞാൻ കുടിക്കുന്നത്. ഇത് ഈ കുട്ടിക്കാണെങ്കിൽ സുഖമില്ല. അതിനൊന്നും അറിയില്ല. ഒരു പൈസന്റെയോ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ വരുമാനവും ഈ പറമ്പിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു അല്ലേ? എല്ലാം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. എല്ലാം കിട്ടിക്കൊണ്ടുണ്ടായി. കാപ്പി ഒരു അങ്ങനത്തെ ഒരു 8-10 കിൻഡല് കാപ്പി ഉണ്ടായിരുന്നു, മുളകുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം നശിച്ചു. ഈ ആന കാരണം പോയി. ഇത് ഇവിടെ അല്ല മോൻ ആന വരുന്നത്. ഇവിടെയൊക്കെ മുറ്റത്ത് വരൂ. മുറ്റത്ത് ആന വന്നിട്ട് പിടിക്കാൻ പോലെ വരും. വേഗാകത്ത് കൂടുന്ന കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കിപ്പം ആരെങ്കിലും ഞാൻ എൻ്റെ പറയാ ആരെങ്കിലും മരിക്കാനുള്ള മരുന്ന് കൊണ്ടുവന്ന് ഞാൻ കടിച്ചിട്ട് മരിക്കൂ. എനിക്ക് യാതൊരു മടിയുമില്ല. എനിക്ക് ജീവിക്കണം എന്നില്ല കുട്ടി. എനിക്ക് ഇനി ജീവിതം മടുത്തു. എനിക്ക് ഇവൾക്ക് നോക്കാനുള്ള കഴിവില്ല. എൻ്റെ മോൾക്ക് വേറെ ഒന്നുമില്ല വരുമാനം. അതാ പറമ്പ് കുറച്ചുള്ള ആനയെല്ലാം പൊടിച്ച് തീർത്തു. ആന പൊട്ടിച്ച് എല്ലാം തീർത്തു. കാപ്പി ഉള്ളത് അതിനൊക്കെ കൊമ്പൊടിച്ചു അടക്കയാണെങ്കിൽ അടക്ക പോയി. അടക്ക ഒരു 5000-6000 ഉറുപ്പ്യക്ക പാട്ട കൊടുത്ത് അതൊന്നുമില്ല. അതാ അടക്ക പിറകെ അതാ അവിടെ കണ്ടാൽ ഇതൊന്നും ഞാൻ പറയുന്നത് സത്യ. അത് ആന പൊളിച്ച് അത് അത് കൊണ്ടുവന്നിട്ട് കത്തിക്ക. 1-2 ലക്ഷം രൂപയ്ക്ക് പാട്ടം കൊടുത്തോണ്ടിരുന്നായിരുന്നല്ലേ? ഒന്നുമില്ല. ഇനിയിപ്പോ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? എനിക്കറിയില്ല. അവരോട് പറയാ. ഇത് ഇരുന്നിട്ട് ഞാൻ എപ്പോഴും പറയൂ, എനിക്കൊരു എത്തുമുടിയും കിട്ടുന്നില്ല. ഒരു എത്തുമുടി എനിക്ക് കിട്ടുന്നില്ല. ഈ ജീവിതം എങ്ങനെ മുന്നോട്ടൊന്ന്. ഈ പറമ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ഇതിനൊക്കെ എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ കിട്ടിയായിരുന്നോ? ഒന്നുമില്ല മോനെ. എഴുതി കൊടുത്തിട്ട് ഈ ഫോറസ്റ്റുകാർ അങ്ങത് എഴുതാണ് ഇങ്ങത് എഴുതാണ്. അതാണെങ്കിൽ നടക്കാനും പറ്റില്ല. ഒക്കെ 10 പോയി ഒക്കെ എഴുതി കൊടുത്തിട്ട് ഒന്നുമില്ല. മുറ്റത്തൊക്കെ മുറ്റത്ത് ആന വന്നിട്ട് മോനെ പിടിച്ചു ഇതാവണ്ടായിരുന്നു. മോന് മൂത്രം ഒഴിച്ച് ഇവിടെ ഹരികൃഷ്ണൻ, ഈ രതീഷല്ല, അവിടെ വർത്താനം പറഞ്ഞതല്ല എന്റെ മോന്. എന്റെ മുന്നേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആന
കുത്തി ആ അതിലെ കൂടെ ചവിട്ടി ഇതായി. അപ്പൊ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഭയങ്കര ഭയങ്കര മണാണ്. എന്നിട്ട് ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങരുത്, ആരും സൗണ്ടും വെക്കരുത്, പുറത്തേക്ക് ഇറങ്ങരുത്. ഞങ്ങൾ നേരെ എന്നിട്ട് അതാ പുഷിച്ചെടി ഇതായിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി. ആ വാഴേനെല്ലാം നാശിപ്പിച്ച് തിന്നിട്ട് ചവിട്ടി ഇതായിട്ട് ആന നിൽക്കുകയായിരുന്നു. വലിയൊരു കൊമ്പനാ അത്, നല്ല ചുള്ളിക്കൊമ്പൻ, വലിയ കൊമ്പൻ, അത് വലിയ ആന. അവനോട് ചോദിച്ചപ്പോ അവനെ പറയാനറിയില്ല. സൈക്കാട്രിസ്റ്റിന്റെ മരുന്ന് കഴിക്കുന്ന കുട്ടിയാണ്, ബഡ്സ് സ്കൂളിൽ പോകുന്ന ചെക്കനാണ്. അവന് മറന്നു പോവുക. അവന് 2 ഞരമ്പ് വർക്ക് ചെയ്യാണ്. സ്ഥിരം മരുന്ന് കഴിക്കുന്ന ചെക്കനാണ്. വീട്ടിലാണെ ആരുമില്ല. അതുകൊണ്ടാണ് അവന് കൂടുതലായിട്ട് സംസാരിക്കാത്തത്. നിങ്ങളോട് പറഞ്ഞല്ലോ അനുഭവം ഉണ്ടായി. ഓടി എന്തോ അവൻ മൂത്രം ഒഴിച്ചിട്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആന അവിടുത്തെ പൊളിച്ച് വാഴ തിന്ന് പോയക്ക് വശത്തെ വാഴ തിന്നിട്ട് ഇങ്ങനെ നേരെ ഈ വാഴ കണ്ടത് കൊണ്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് രണ്ടാമത് പൊടിച്ചതാ അത് എന്നിട്ട് ഞാൻ ഇതിലാ അവിടെ കൂടെ നോക്കിയപ്പോ ആന കണ്ടു. ഭയങ്കര ഒരു അവസ്ഥ തന്നെയാ. എങ്ങനെ ജീവിച്ചു പോകുന്ന പെരയടക്കം പൊളിച്ചിട്ട് പോകും. എന്തെങ്കിലും ഞങ്ങൾക്കൊന്നും കിട്ടൂല. എന്താന്നറിയാം, എല്ലാം മേടിച്ചിട്ട് വേണം. എനിക്കൊരു പണിയില്ല, തൊഴിലില്ല. പ്രായമായ അമ്മ, ഒരാൾ വേണം ഇവരെ പോറ്റാൻ. അവനും പണിയെടുക്കേണ്ട ഒരു ചിന്തയും ഇല്ല. അവന് പണിയെടുക്കാൻ പറ്റൂല. ഒരു അരക്കിലം പോലും തലയിൽ വെക്കാൻ പറ്റൂല. ആകെ ഒരിത്തിരി കാപ്പി, അത് തൂക്കത്തിന് കൊടുക്കണ്ടേ. പിന്നെ കൂലി കൊടുക്കാനുള്ളതേ കിട്ടുള്ളൂ. നമുക്ക് ഒരു മെച്ചവും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജീവിച്ചു പോവുക. അരി തൊട്ടെല്ലാം മേടിച്ചിട്ട് അതുകൊണ്ട് കഴിയും. മരുന്ന് വേണം, അമ്മയ്ക്ക് വേണം, എനിക്ക് വെലിക്കോസാണ്, എനിക്ക് മരുന്ന് വേണം. 3 പേർക്കും അച്ഛനുള്ളപ്പോഴേ ആന നശിപ്പിച്ച് വന്നിട്ട് അച്ഛൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. എന്നെ ആന കൊന്നോട്ടെ, എന്നെ കൊന്നോട്ടെ. ഞാൻ ഇത്രയും വെട്ടിപ്പിടിച്ച പറമ്പുകളാ ഇത്. കാപ്പി തൈയൊക്കെ പിടിപ്പിച്ചതാണ്. അത്ര അധ്വാനിച്ചുണ്ടാക്കിയതാ. കവുങ്ങൊക്കെ തന്നെ എത്ര ഉണ്ടായതാണെന്നറിയോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞത്. വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് ആ പറമ്പിലെ കവുങ്ങുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കവുങ്ങിൻ്റെ കുറ്റികൾ മാത്രമേ ഈ പറമ്പിൽ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നശിപ്പിച്ച കവുങ്ങുകളാണ് ആ വീടിൻ്റെ മുറ്റത്ത് മുഴുവനും കിടന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വർഷം പഴക്കമുള്ള കവുങ്ങാണെന്ന്. 10-20 വർഷം പഴക്കമുള്ള കവുങ്ങുകളാണ് ആ കിടക്കുന്നത്. അവർക്കിനി അത് വിറകാക്കാൻ മാത്രമേ കൊള്ളുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളം കൃഷി എത്രത്തോളം പ്രായോഗികമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ആ ചേച്ചി ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട്, പ്രത്യേകിച്ച് ആ വീട്ടിലെ ഒരു പയ്യൻ കാട്ടാനയുടെ മുമ്പിൽ നിന്ന് തലനാരിക്കാണ് രക്ഷപ്പെട്ടത്. അതായത് വീടിൻ്റെ മുൻവശത്ത് പോലും, വീടിൻ്റെ മുറ്റത്ത് പോലും ഒന്നിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. വൈകിട്ട് 6 മണിക്കൊക്കെ ആളുകളെ ആന ഓടിച്ച ഒരു സംഭവം നമ്മൾ കേട്ടു. എന്നാണ് അടുത്ത ഒരു ജീവനും കൂടെ പോകുന്നതെന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു മുട്ടിക്കൊമ്പൻ ആയിരുന്നു ഇത്രയും കാലം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്കിൽ ആ മുട്ടിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അടുത്ത ഒരു കാട്ടാന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ആനകളെ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊന്നും അല്ല ഇതിനൊരു പരിഹാരം. പിടിച്ചുകൊണ്ട് പോകുന്നതല്ല ഇതിനൊരു പരിഹാരം. ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആനയ്ക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കൽമതിൽ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കറണ്ട് ഫെൻസിങ് ഒക്കെ ആന മറികടക്കാനായിട്ട് എല്ലാ ആനകളും തന്നെ ഇപ്പം പഠിച്ചു കഴിഞ്ഞു. അതിലേക്ക് തടിയൊക്കെ എടുത്തിട്ട് മരം ഒടിച്ചിട്ട് കിടക്കാനൊക്കെ ആനകൾ ഇപ്പം വളരെ കൃത്യമായിട്ടും വിദഗ്ധമായിട്ടും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ആ ഒരു സിസ്റ്റമൊക്കെ അപ്രായോഗികമാണ്. മാറുന്ന സാഹചര്യം അനുസരിച്ച് ഇനിയുള്ള കർഷകരെയെങ്കിലും നമുക്ക് സംരക്ഷിക്കണമെന്ന ഈ ഒരു നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഈ പ്രദേശത്തൊക്കെ വന്നപ്പോൾ ഞാൻ കാണിച്ച പറമ്പൊക്കെ തന്നെയാണ് ഇന്നും പോയി കണ്ടത്. അന്ന് കണ്ടതിനായിട്ടും കുറേയും കൂടെ വെളുത്തു. പല പറമ്പും വീണ്ടും ഇരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയൊക്കെ നിർത്തി കാട് പിടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ഈ പ്രശ്നം ഇങ്ങനെ വ്യാപിച്ച് വരും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.